ഹലോ അമ്മേ. ആ മോളെ, നീ തിരക്കിലാണോ? അല്ലമ്മേ, ഞാൻ ഹോസ്റ്റലിലേക്ക് എത്തി. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് മോളെ. പിന്നെ പ്രദീപിന്റെ അച്ഛനും അമ്മയും താലിമാല കാണിക്കാൻ വേണ്ടി വന്നായിരുന്നു. ചേച്ചിക്ക് മാല ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അവളുടെ സ്വർണം വേണമെങ്കിൽ ആ കടയിൽ നിന്ന് തന്നെ എടുക്കാന്ന് അവര് പറഞ്ഞു. നീ അവിടെ നിന്ന് എടുക്കാന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളത് വേണ്ടെന്ന് പറഞ്ഞു. ചേച്ചിക്ക് നമ്മൾ ആദ്യം വാങ്ങിയത് പോലെ തന്നെയുള്ള ആഭരണങ്ങള് ഞാനിവിടെ നോക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അത് വാങ്ങിയാ മതി. ആ, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ നാട്ടുകാരുടെയൊക്കെ മുൻപിൽ വെച്ച് അഭിമാനത്തോടെ ചേച്ചിയുടെ കല്യാണം നമ്മൾ നടത്തും. ശരി മോളെ. നിനക്കിപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല അമ്മേ. അന്ന് പാർക്കിൽ വെച്ചേ ആ കൈനോട്ടക്കാരി നിന്റെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് ശേഷം എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച നിന്നെ നിർബന്ധിപ്പിച്ച ഞങ്ങൾ ആ കൈ കാണിപ്പിച്ചത്. അവരെന്തെങ്കിലും നല്ലത് പറയൂന്നാ ഞാൻ വിചാരിച്ചത്. ഇത്രയും മോശമായിട്ട് സംസാരിക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? അതൊക്കെ പോട്ടെ അമ്മേ. ഒരു നല്ല കാര്യം നടക്കുന്ന സമയത്ത് എന്തിനാ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കൈനോട്ടക്കാരി പറഞ്ഞതിനേക്കാൾ എനിക്ക് കൂടുതൽ വിഷമം തോന്നിയത് ചേട്ടനോട് അച്ഛൻ ദേഷ്യപ്പെട്ടപ്പെടാം. അച്ഛൻ അങ്ങനെ പ്രതികരിക്കുന്ന ഞാൻ കരുതിയില്ല. രണ്ടുപേര് പരസ്പരം സ്നേഹിക്കുന്നത് ഇത്രയും വലിയ തെറ്റാണോ? അച്ഛൻ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പ്രതികരിച്ചു പോയതാ മോളെ. നിന്റെ ചേട്ടൻ കാരണം നമ്മുടെ കുടുംബത്തിന് എത്രത്തോളം അപമാനം സഹിക്കേണ്ടി വന്നെന്ന് നിനക്കറിയാലോ. നിനക്ക് ഈ നാട് വിട്ടു പോകേണ്ടി വന്നതുപോലും അവൻ കാരണമല്ലേ. രണ്ടുപേർ തമ്മിൽ ഇഷ്ടപ്പെടുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ അവരുടെ ഇഷ്ടത്തിനു വേണ്ടി കുടുംബത്തെ തകർക്കുന്നത് ന്യായമാണോ? അച്ഛനും അമ്മയും പ്രണയത്തിനെതിരൊന്നുമല്ല. സ്വാതിയെപ്പറ്റി കാർത്തിക് ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിച്ച് അവരുടെ കല്യാണം നടത്തിക്കൊടുത്തേനെ. ഇതമ്മ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പ്രിയൻചേട്ടന്റെ കാര്യം തുറന്നു പറഞ്ഞേനെ. അതേതായാലും നന്നായി. പ്രിയൻചേട്ടനായിട്ടുള്ള കല്യാണത്തിന് അവർ സമ്മതിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിൽ നിന്നും പ്രിയൻചേട്ടൻ ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലായിരുന്നു. അവനെ വളർത്തി വലുതാക്കിയ ഞങ്ങളെ വിശ്വസിക്കുന്നതിന് പകരം അവൻ ഒളിച്ചോടുകയല്ലേ ചെയ്തത്. അതെങ്ങനെ ഞങ്ങൾ ക്ഷമിക്കും? അവനോട് ഞങ്ങൾ പെരുമാറിയത് കണ്ട് നിനക്ക് ഞങ്ങളോട് ദേഷ്യം തോന്നരുത് മോളെ. അമ്മ എന്തൊക്കെയാ പറയുന്നത്? ചേട്ടനെ അച്ഛൻ ചീത്ത വിളിച്ചപ്പോ ചേട്ടനേക്കാളും കൂടുതൽ വിഷമം തോന്നിയത് അച്ഛനായിരിക്കും എനിക്കറിയാം. പുറത്ത് എത്ര ദേഷ്യം കാണിച്ചാലും ഉള്ളിന്റെ ഉള്ളില് അച്ഛന് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. എന്നാ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം മോളെ. നീ കമ്പനിയിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. നന്നായിട്ട് വിശ്രമിക്കേ. ആഭരണങ്ങൾ എടുക്കേണ്ട ദിവസം ആകുമ്പോ നീ പറഞ്ഞാ മതി, ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇനി അതിനായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട. ഞാൻ വരുമ്പോ ആഭരണമായിട്ട് വന്നോളാം. ആ ശരി മോളെ, എന്നാ ഞാൻ വെക്കട്ടെ. ശരി അമ്മ. അതിലേ പാറുവിന് വേണ്ടി ഞാനൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. നേരിട്ട് കൊടുക്കണമെന്നാ കരുതിയത്. സാരല്ല, ഞാൻ തന്നാണെന്നും പറഞ്ഞ് നീ കൊടുത്താ മതി. കുട്ടിക്കാലം മുതല് പ്രിയൻചേട്ടനെ മാത്രം മനസ്സിൽ കൊണ്ടു നടന്നവളാ ഞാൻ.